ഇത് ആക്ച്വലി സ്റ്റെം സെൽസിനെ നമ്മളെ ശരീരത്തിൽ ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാകുമ്പോൾ ഒരു മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ മുടി വരുന്നത് നമ്മുടെ ശരീരത്തിൽ സ്റ്റെം സെൽസ് ഉള്ളതുകൊണ്ടാണ്. അതായത് ഒരു മുടി പോയാൽ അപ്പം തന്നെ അടുത്ത മുടി റീപ്ലേസ് ആവുന്നത് ഈ സ്റ്റെം സെൽസ് ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് ഹെയർ സെല്ലായിട്ട് മാറും. അപ്പോൾ എപ്പോഴാണോ നമ്മൾ എന്ത് കാരണവശാലാണെങ്കിലും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സ്റ്റെം സെൽസിന് ആ ഹെയർ സെല്ലായിട്ട് മാറാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ ഒരു മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുടി വരാതിരിക്കുന്നത്. അതിനാണ് ക്വിൻസെന്റ് ഫേസ് എന്ന് പറയും. അത് പിന്നെ ഒരു ഇനാക്റ്റീവ് സ്റ്റേജാണ്. പക്ഷേ ഫോളിക്കിളുണ്ട്, മുടി വരില്ല, അങ്ങനത്തെ കണ്ടീഷൻ. അപ്പോൾ ആ അങ്ങനെ കിടക്കുന്ന ഫോളിക്കിൾസിലുള്ള സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എക്സോസോംസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതിൽ. എക്സോസോംസ് എന്ന് പറഞ്ഞാൽ ഒരു ടാർഗറ്റ് ചെയ്യുന്ന ഒരു മൈക്രോ പാർട്ടിക്കിൾസാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. പിന്നെ NB-UVB ലൈറ്റ് എന്ന് പറഞ്ഞൊരു ലൈറ്റിൻ്റെ സ്റ്റിമുലേഷനും ചെയ്തിട്ടാണ് ഈ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് ആക്ടിവേറ്റ് ആകുമ്പോൾ അതിന് വീണ്ടും ഹെയർ സെല്ലായിട്ട് മാറാനുള്ള കഴിവുണ്ടാവും. അത് വീണ്ടും ആ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഇത് 10 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും കൊഴിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ അതുണ്ട്. ഇല്ല ഇല്ല, അത് ഇതിന് യാതൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിൽ ഒന്നാമത്തെ കാര്യം സ്വന്തം ബ്ലഡ് എന്നുള്ള തന്നെയാണ്. പിന്നെ DCGA സർട്ടിഫൈഡ് ആയിട്ടുള്ള എക്സോസോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് കെമിക്കൽസോ അല്ലെങ്കിൽ ഇപ്പോൾ ബയോട്ടിൻ BRP എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടല്ലോ, അതേപോലെ കെമിക്കൽസ് ഒന്നും കൊടുക്കുന്നില്ല. എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അവരവരെ ബ്ലഡിൽ നിന്നുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സും അത്രയേ ഉള്ളൂ. ആദ്യം ടെസ്റ്റ് ചെയ്യും. ആദ്യം നമ്മൾ ഫോളിക്കിൾസ് ടെസ്റ്റ് ചെയ്യും. അവർക്ക് ഒരു മുടിയിൽ ഒരൊറ്റ ഫോളിക്കിളിന് 2 മുടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫോളിക്കിളിന് ഒരു മുടി മാത്രമാണ് നിങ്ങൾക്കുള്ളെങ്കിൽ ചെയ്തിട്ട് വലിയ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതാദ്യം ചെക്ക് ചെയ്യും, ട്രൈക്കോസ്കോപ്പ് എന്ന് പറഞ്ഞ മിഷൻ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വൈറ്റാമിൻ Dയും TSH ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. ഇരുപത്തിനാലാം തീയതി 3 സ്ഥലത്തുണ്ട്. ആക്ച്വലി കോഴിക്കോട് 2 സ്ഥലത്തുണ്ട്. ഇവിടെ ഒരെണ്ണം, 3ാമത്തെ ബ്രാഞ്ച്. ഇനി അടുത്തത് ട്രിവാൻഡ്രത്തുള്ളതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇതിന് ഒരു സെഷൻ 2 സെഷനും ഒരു ബൂസ്റ്ററുമാണ് നമ്മൾ കൊടുക്കാറ്. ഒരു സെഷന് 8,500 ചാർജ് ചെയ്യാറ്. പിന്നെ അപ്പോൾ ടോട്ടല് ബൂസ്റ്ററിന് ഫ്രീ ആണ്. ബൂസ്റ്റർ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ പത്രക്കാർക്ക് വേണമെങ്കിൽ ഞാനൊരു ഓഫർ തരാം. ഒരു 5 പേർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തരാം. ഏകദേശം 3 ദിവസം കൊണ്ട് തരാം. ഇങ്ങനെ പഴയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫോട്ടോ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ പേഷ്യൻ്റ് ആയിരുന്നു. ആളെ മുടി ഒട്ടും ഉണ്ടായിരുന്നില്ല. ആളെ ഫോട്ടോ കാണിച്ചു തരാം. പണ്ടത്തെ ഇത് കാണിച്ചു കൊടുക്കുന്നവർക്ക്. ഇത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഇത്രയും മുടി വന്നതാണ്. ഇത് നമ്മൾ വരുത്തിയതാണ്. ഞാൻ ഒരു പത്രപ്രവർത്തകനാണ്. ഞാൻ കേരളത്തിലായിരുന്നു. അതിനുശേഷം ഞാൻ ചിന്താവീട്ടിലായിരുന്നു. പിന്നീട് ദുബൈയിലൊരു മാഗസിൻ്റെ പ്രവാസ മാഗസിൻ്റെ വെളിയിലുള്ള എക്സ്പോഷറും മറ്റൊക്കെ ആയിട്ടാണ് ഈ തരത്തിൽ പോയിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ 54 വയസ്സായി. അപ്പോൾ 50 വയസ്സിന് 45 വയസ്സിന് മുന്നോട്ടുള്ള ഇങ്ങനെ വീടില്ല. എന്നാലും പരീക്ഷിക്കാൻ വിചാരിച്ചു. ഞാൻ ആദ്യം അന്വേഷിച്ചപ്പോൾ ഫലം കിട്ടാത്ത 1-2 പേരുണ്ട്. പിന്നീട് ഫലം കിട്ടിയ കുറേ പേരുണ്ട്. അവസാനം 3 മാസത്തിനെ വെച്ചിട്ട് തന്നെ നല്ല റിസൾട്ട് 54 വയസ്സിൽ വന്നു. അതാണ് സംഭവിച്ചത്. കുഴപ്പമില്ല. അപ്പോൾ ഈ പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിനെ ഒരുപാട് കാശ് ചെലവുണ്ട്. ഒരു സർജിക്കൽ പ്രൊസീജിയർ. ഈ സ്റ്റെം സെൽ തെറാപ്പിക്ക് ആ ഒരു അത്തരം പ്രൊസീജിയർ ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് വളരെ തുച്ഛമാണ്. പിന്നെ ഇതിന് വിജയിക്കാൻ കാരണം എന്ന് പറയുന്നത് നീര് തന്നെ ഒരു തെറാപ്പി ഒരു പ്രൊസീജിയറാണ്, ആ പ്രോട്ടോക്കോളാണ്. ഈ സ്റ്റെം സെൽ തെറാപ്പി ക്യാൻസറിനെ ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായി. ആ സിസ്റ്റത്തിൻ്റെ ആ പ്രോട്ടോക്കോളിനെ പേറ്റന്റ് ചെയ്യാനാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമായത്. പിന്നെ ഒരു അടുത്ത എന്ന് പറയുന്നത് ഞങ്ങളുടെ ലോഗോ പ്രകാശനമാണ് ക്ലിനിക്കിൻ്റെ. അതിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറിയാണ് നടത്തുന്നത്. അദ്ദേഹത്തെ സാധനം ഒരു പത്രസമ്മേളനത്തിന് വന്നവരാണ്. ഈ ലോഗോ പ്രകാശനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇവരുടെ ലോഗോ അസലത്തിന്
ആശ്രത്തിനും കൂടെ കൊടുത്തിട്ട് ഓക്കെ ഇത് ഞങ്ങളുടെ ഓപ്പറേഷൻ മാനേജറാണ്. ഓക്കെ താങ്ക് യു. ശരി തിരക്കാണല്ലേ മറ്റേ. ഏതാ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫൈനൽ വേറെ റിസൾട്ടാണ്. ഇപ്പോൾ ഇത് ഫോട്ടോ നിങ്ങൾ കാണിച്ചു കേട്ടോ പോകുമ്പോൾ കുറച്ച് ഇപ്പം എത്ര കാണിച്ചു? കണ്ടോ? ഇതെൻ്റെ തലമുടിയായിരുന്നു ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ലൈറ്റ് അടിക്കുമ്പോൾ ഈ പരിപാടി തലമുടി എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് തോന്നിയില്ല. ഇത്രയും ആയത് എനിക്ക് 2 ട്രീറ്റ്മെൻറ്റ് അത്രേ ഉള്ളൂ. 2 സെഷൻ എടുക്കുള്ളൂ. മാത്രമേ എടുത്തുള്ളൂ. ഇഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എല്ലാവർക്കും ഒരേ റിസൾട്ട് അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഗ്രോത്ത് ഫാക്ടറിൻ്റെ അത് നമ്മുടെ അതൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ റീഫണ്ട് കൊടുക്കുന്നുണ്ട്. അഥവാ ഇല്ലെങ്കിൽ മനുഷ്യന്മാരെ കാര്യമില്ല. അപ്പോൾ നമുക്ക് നിർത്താൻ വന്നു. തരാം. നാളെ ശരി.